എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ മേടക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 2024 മെയ് മാസം 1-ാം തീയതി ഇടവക്കൂറിലേക്ക് മാറാൻ പോവുകയാണ്. 2025 മെയ് 14-ാം തീയതി വരെയുള്ള ഇടവക്കൂറിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം മൂലം മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകൾ ജനിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതി നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, എന്നാൽ നമുക്കിനി വ്യാഴമാൻ്റെ ഫലങ്ങളിലേക്ക് കടക്കാം. കുംഭക്കൂറിൽ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ നോക്കാം. ഇതുവരെ 3-ൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്നതിനാൽ ജോലി, തൊഴിൽ പോലുള്ള പല കാര്യങ്ങളിലും മാറ്റങ്ങളും അലച്ചിലും കുംഭക്കൂറുകാർക്ക് അനുഭവിക്കേണ്ടി വന്നു കാണും. 2024 മെയ് 1-ാം തീയതി വ്യാഴം 4-ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം അതുപോലുള്ള പ്രശ്നങ്ങൾ മാറുമെങ്കിലും എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെ ചിന്തിച്ച് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്. കഴിവതും ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. കുടുംബത്തിൽ ചെറിയ രീതിയിൽ കലഹങ്ങൾ ഉണ്ടാകും. ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കും. മേലുദ്യോഗസ്ഥരുമായി പ്രശ്നങ്ങൾ വരാനും സാധ്യതയുള്ള സമയമാണിത്. വ്യാഴം 8-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ പ്രവാസികളുടെ സഹായം ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടോ സന്താനങ്ങളെ താൽക്കാലികമായി പിരിയേണ്ടതായ സാഹചര്യമുണ്ടാകും. 10-ാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ തൊഴിൽപരമായ വെല്ലുവിളികളെ തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പദവികൾ ലഭിക്കും. വ്യാഴം 12-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ചെലവുകൾ അധികരിക്കും. ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് അധികരിക്കുകയും അതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കേണ്ട സമയമാണിത്. 2024 മെയ് 1 മുതൽ ജൂൺ 13-ാം തീയതി വരെ ഇടവക്കൂറിലുള്ള സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തികയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. വരാൻ പോകുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ 2 പ്രാവശ്യം രോഹിണിയിൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. അതിൽ ജൂൺ 13 മുതൽ ഓഗസ്റ്റ് 20 വരെ നേർഗതിയിലും പിന്നീട് നവംബർ അവസാനം മുതൽ 2025 ഏപ്രിൽ വരെ വക്രഗതിയിലുമാണ് രോഹിണിയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് ചിലവുകൾ അധികരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ജോലിഭാരവും വർദ്ധിക്കുന്ന സമയമാണിത്. 2024 ഓഗസ്റ്റ് 20 മുതൽ നവംബർ 28 വരെ ചൊവ്വയുടെ നക്ഷത്രമായ മകരത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. മൊത്തത്തിൽ നോക്കുമ്പോൾ അലച്ചിലുകൾ മാറുമെങ്കിലും എല്ലാ കാര്യങ്ങളിലും എടുത്തു ചാടാതെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് കുംഭക്കൂറിൽ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മീനക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.